ഏകദേശം 3250 കിലോയോളം ഭാരമുള്ള വാഹനമാണ് റേഞ്ച് റോവർ ഓട്ടോ ബയോഗ്രഫി. വലതുവശത്തെ പിൻഭാഗം ആദ്യം ഇടിക്കുന്നത് രണ്ടാമത്തെ ട്രക്കിലാണ്. അതിനുശേഷമാണ് വാഹനം അവിടെ നിന്ന് വീണ്ടും പുറകിലേക്ക് ഏകദേശം 50 മീറ്ററോളം പുറകിലേക്ക് പോയി ചൗധരി ഗ്രാനൈറ്റ്സിലെ ഗ്രാനൈറ്റിൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്നിടിക്കുന്നത്. ബാക്ക് ടയർ ടോണ്ട് എന്ന് പറഞ്ഞാൽ കുത്തിക്കീറിയ നിലയിലായിരുന്നു. 5.6 5.9 സെക്കൻഡ്സിലാണ് ഇത് 0 to 100 കിലോമീറ്റർ ആകുന്നത്. പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മെക്കാനിക്കൽ ഡിഫക്റ്റ് ഒരിക്കലുമല്ല, ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. നമസ്കാരം. കഴിഞ്ഞ 22-ാം തീയതിയാണ് റേഞ്ച് റോവർ വാഹനം മുത്തൂറ്റിൻ്റെ യാർഡിലേക്ക് ഇറക്കുന്നതിനിടയിൽ മട്ടാഞ്ചേരി സ്വദേശിയായിട്ടുള്ള മുത്തൂറ്റ് ഷോറൂമിൻ്റെ ജീവനക്കാരനായ റോഷൻ ആൻ്റണി സേവ്യർ ദാരുണമായി കൊല്ലപ്പെട്ടത്. CITU തൊഴിലാളിയാണ് ഈ വാഹനം ഇറക്കിയത്. അദ്ദേഹത്തിനുണ്ടായൊരു പിഴവാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ കലാശിച്ചത്. ആ വാഹനം ഏകദേശം തകർന്നു പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ആ സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇനി മേലധികാരികൾക്ക് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം നടക്കുന്നത് 22-ാം തീയതി രാത്രി 11:10 കൂടിയിട്ടാണ്. ഞാൻ ഈ നിൽക്കുന്ന നാഷണൽ ഹൈവേ 66-ന് സമീപത്തുള്ള സർവീസ് റോഡിലാണ്. ഇവിടെ ആണ് 2 ട്രക്കുകളിലായിട്ടാണ് 8 ലാൻഡ് റോവറിൻ്റെ വിവിധ മോഡലുകളിലുള്ള വാഹനം കൊണ്ടുവരുന്നത്. ഈ റോഡിൽ 2 വാഹനം കിടക്കുന്നു. ഒന്നാമത്തെ ട്രക്ക് കിടക്കുന്നത് ഈ ഭാഗത്താണ്, അതായത് ഈ പോസ്റ്റിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ്. അതായത് ഈ ഗേറ്റുണ്ട്, ആ ഗേറ്റിന് നേരെയായിട്ടാണ് ആ വാഹനം ഒന്നാമത്തെ കിടന്നത്. അത് കഴിഞ്ഞ് പിന്നിലേക്ക് വന്ന് ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ട്രക്ക് കിടന്നത്. അതായത് ഒരു ട്രക്കിൽ 4 ലാൻഡ് റോവറിൻ്റെ വിവിധ മോഡലിലുള്ള വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്തൊന്ന് റേഞ്ച് റോവറിൻ്റെ ഓട്ടോ ബയോഗ്രഫി എന്ന മോഡലാണ്. ആ മോഡലാണ് ആദ്യം ഇറക്കുന്നത്. അതായത് അവിടെ നിന്നും ആ യാർഡിന് മുന്നിലെ ഗേറ്റിൻ്റെ സമീപത്ത് നിന്നും ഇറക്കുന്നു. ആ വാഹനത്തിൽ നിന്നും ഇറക്കിയ വണ്ടി നിയന്ത്രണം വിട്ട് തൊട്ട് പിറകിലുണ്ടായിരുന്ന രണ്ടാമത്തെ ട്രക്ക്, പൂനെയിലെ ഫാക്ടറിയിൽ നിന്നും കൊണ്ടുവന്ന വാഹനങ്ങൾ കൊണ്ടുവന്ന രണ്ടാമത്തെ ട്രക്കിൻ്റെ മുൻഭാഗത്തിടിക്കുന്നു. അവിടെ നിന്നും ഇടിച്ചതിന് ശേഷമാണ് നേരെ ചൗധരി ഗ്രാനൈറ്റിൻ്റെ അവിടെ ഗ്രാനൈറ്റ് വെച്ചിരിക്കുന്ന ഭാഗത്ത് പോയിരിക്കുന്നത്. അതായത് ഈ റേഞ്ച് റോവർ ഓട്ടോ ബയോഗ്രഫി മോഡലിൻ്റെ വലതുവശത്തെ പിൻഭാഗം ആദ്യം ഇടിക്കുന്നത് രണ്ടാമത്തെ ട്രക്കിലാണ്. അതിനുശേഷമാണ് വാഹനം അവിടെ നിന്ന് വീണ്ടും പുറകിലേക്ക് ഏകദേശം 50 മീറ്ററോളം പുറകിലേക്ക് പോയി ചൗധരി ഗ്രാനൈറ്റ്സിലെ ഗ്രാനൈറ്റിൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്നിടിക്കുന്നത്. അവിടെ നിന്നും വീണ്ടും ഗിയർ ഷിഫ്റ്റായി വീണ്ടും 50 മീറ്റർ മുന്നിലേക്ക് വരുന്നു. മുന്നിലേക്ക് വന്നിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പോസ്റ്റിലിടിക്കുന്നത്. ആ പോസ്റ്റ് തകർന്ന അവശിഷ്ടങ്ങളാണ് കിടക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ വാഹനം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു കണ്ടെത്തൽ ഇങ്ങനെയാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന അൻഷാദിൻ്റെ പരിചയക്കുറവാണ് ഇത്തരത്തിൽ അപകടമുണ്ടായതെന്നാണ് പറയുന്നത്. അൻഷാദിന് 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അൻഷാദ് ഈ മോഡലിലുള്ള വാഹനം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 3250 കിലോയോളം ഭാരമുള്ള വാഹനമാണ് റേഞ്ച് റോവർ ഓട്ടോ ബയോഗ്രഫി. ഇത് ഒരു ബസ്സിനേക്കാളിലും വലിയ ഭാരമാണ് ആ വാഹനത്തിലുള്ളത്. അത്തരം വലിയൊരു വാഹനം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ VI അസീമാണ് ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി RTOയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യത്തെ ദിവസം ഞങ്ങൾ പരിശോധിച്ചതെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് സ്പോട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിരുന്നു. അതെന്ന് വെച്ചാൽ ഒരുപാട് പേര് കൂടുന്നതുകൊണ്ട് എന്നുവെച്ചാൽ മഫ്തിയിലാണ് ഇൻസ്പെക്ട് ചെയ്തത്. ആ ദിവസം ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഈ പോസ്റ്റിനടുത്ത് ചെന്ന് വാഹനം ഇടിച്ച് കിടക്കുകയായിരുന്നു. ബാക്ക് ടയർ ടോണ്ട് എന്ന് പറഞ്ഞാൽ കുത്തിക്കീറിയ നിലയിലായിരുന്നു. കുത്തിക്കീറുക എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് കുത്തിക്കീറിയ നിലയിലായിരുന്നു. പിന്നെ ബാക്കിലേക്ക് റിവേഴ്സ് എടുത്തപ്പോൾ പുറകിലൊരു കണ്ടെയ്നർ ലോറി ഉണ്ടായിരുന്നു. അതിൽ ചെന്ന് ഇടിച്ചിട്ട് അതിൻ്റെ ബാക്ക് റൈറ്റ് സൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു വണ്ടിയുടെ. എന്നുവെച്ചാൽ ചളുങ്ങിയിട്ടുണ്ടായിരുന്നു, ബാക്ക് ബമ്പർ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ആ വാഹനം ചെന്ന് ചൗധരി മാർബിൾസിൽ ഇടിക്കുന്നത്. അവിടുത്തെ മാർബിൾ ഇടിച്ചപ്പോഴാണ് ബാക്കിലത്തെ ഗ്ലാസ് ഗ്രില്ല് എല്ലാം പോയത്. അതിനുശേഷം വീണ്ടും ഫോർവേഡ് ഇട്ടിട്ടുണ്ട്.
ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആട്ടോമാറ്റിക് വണ്ടിയാണ്. 3000 cc വണ്ടിയാണ്. 3250 കിലോയോളം വെയിറ്റുള്ള വണ്ടിയാണ്. ആ വണ്ടീൻ്റെ മൊമെൻറ്റം അതിനും മാത്രം കൂടുതലായിരിക്കും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. 5.6 5.9 സെക്കൻഡ്സിലാണ് ഇത് 0 to 100 കിലോമീറ്റർ ആകുന്നത്. കമ്പനിയുടെ അവസ്ഥയിലാണ് ആ വണ്ടി വരിക. 40 കിലോമീറ്റർ സെറ്റ് ചെയ്ത അവസ്ഥയിലാണ് വാഹനം വരിക. അതിനുശേഷം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് മോഡെന്ന് പറയും, ആ അവസ്ഥയിലായിരുന്നു വരിക. ആ അവസ്ഥയിലാണ് അവർ ഇറക്കിയത് വാഹനത്തിന് ടെമ്പററി രജിസ്ട്രേഷൻ കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ഷോറൂമിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള ട്രേഡ് പ്ലേറ്റോ ഞാൻ അന്വേഷണത്തിലോ അല്ലെങ്കിൽ വാഹനം ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടെത്തിയിട്ടില്ല. ഈ 40 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണോ പുറകിലേക്ക് കുതിച്ചത് ആ വാഹനം? അത് ആ സമയത്ത് ആ വാഹനം ഓടിച്ചു നോക്കില്ല. ശരിക്കും ആ വാഹനം ഞങ്ങൾ റെഡിയാക്കിയിട്ട് അവരുടെ എക്സ്പെർട്സിനെ കൊണ്ട് റെഡിയാക്കിയിട്ട് ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കി. അത് ഒരു ഹോൾഡ് ഓൺ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ ഇട്ടാൽ ഇതേപോലെ ഒരു 10 കിലോമീറ്റർ വേഗതയിൽ മുന്നോട്ട് പോകും. 10 കിലോമീറ്റർ റിവേഴ്സ് ഇടുകയാണെങ്കിൽ 10 കിലോമീറ്റർ വേഗതയിൽ പിന്നോട്ട് വരുന്ന വിധത്തിലാണ് വാഹനമുള്ളത്. അത് പിന്നെ സോഫ്റ്റ്വെയറിൽ കമ്പനിയിൽ നിന്ന് മാറ്റിയതിന് ശേഷമേ എല്ലാം ആവുകയുള്ളൂ. നോർമൽ റണ്ണിങ് മോഡ്. അതിന് PDI ഇൻസ്പെക്ഷൻ, പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയും. ആ ഇൻസ്പെക്ഷനിൽ ഇതേവരെ അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഫോട്ടോസ്റ്റാറ്റ് എനിക്ക് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഒറിജിനൽ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവറോട് സംസാരിച്ചപ്പം അദ്ദേഹം എന്താ പറഞ്ഞു? ഈ തൊഴിലാളിയാണല്ലോ ഇറക്കിയത്. ഡ്രൈവറോട് സംസാരിച്ചതെന്ന് വെച്ചാൽ ഡ്രൈവറെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഞാനും ഹരിശങ്കർ സാറുണ്ട്, പ്രിൻസിപ്പൽ SI, പിന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സജീവ് ASI ഉണ്ട്. ഇവർ ഞങ്ങളെ ഒരുമിച്ചിരുന്നു. ഇതേപോലെ ഓട്ടോമാറ്റിക് വാഹനം ഓടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അതിനകത്ത് കയറ്റിയിരുത്തി എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതും ചോദിക്കുകയും ചെയ്തു. 2008 കിട്ടിയ ലൈസൻസാണ് അദ്ദേഹത്തിനുള്ളത്. പുള്ളി 40ഓളം വാഹനം ഇറക്കിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്കറിയാൻ മേല, അത് അവകാശപ്പെടുന്നതാണ്. പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മെക്കാനിക്കൽ ഡിഫക്റ്റ് ഒരിക്കലുമല്ല, ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ഞങ്ങൾ ഇത്രയും പേരും ചേർന്ന അന്വേഷണം കണ്ടെത്തിയാണ്. മെക്കാനിക്കൽ ഡിഫക്റ്റ് അല്ല. മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ബ്രേക്കും ആക്സിലേറ്ററും തമ്മിൽ മാറിപ്പോയതായിരിക്കാം. ഇനി ആ വാഹനം എന്ത് ചെയ്യാൻ കഴിയും? അത് ഷോറൂമുകാർ എന്താ പറയുക? ഷോറൂം നന്നാക്കിയെടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഇൻസ്പെക്ട് ചെയ്തപ്പോഴും വാഹനം ബാക്കിലത്തെ ടയറിന് മാത്രമാണ്, പിന്നെ ബാക്കി ബോഡി പാർട്സിന് മാത്രമാണ് റണ്ണിങ് നന്നാക്കിയെടുക്കാൻ പറ്റും. 3250 കിലോ ആണെന്ന്. ഒരു ബസ്സിനെക്കാളും വെയിറ്റ് ഉണ്ട്. അതുണ്ട്, കാണും. അതേപോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സും അതേപോലത്തെ ഉരുക്കും ഒക്കെ ഉള്ള വാഹനങ്ങളല്ല. അത് ഒരു മലപ്പുറത്തേക്ക് ഏതൊരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം 7 മാസം എടുത്തിട്ട് വന്ന വാഹനമാണ്. അതിൻ്റെ സെയിം മോഡൽ അവിടെ തന്നെ വേറെ കിടപ്പുണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് വരിക. എന്തായാലും ഈ റിപ്പോർട്ടോടുകൂടി പുറത്തു വരുന്ന വിവരം, ഒരു കാരണവശാലും ഇത്തരം വാഹനങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. വാഹനത്തിൽ നിന്നും ഇറക്കുമ്പോൾ അത് സൂക്ഷ്മമായിട്ടാണ് ഇറക്കേണ്ടിയിരുന്നത്. പക്ഷേ 40 കിലോമീറ്റർ സ്പീഡാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. കാരണം ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് പിന്നീട് യാർഡിലേക്ക് ഇറക്കുന്നത് ഒക്കെ ആ ഒരു ട്രാൻസ്പോർട്ടിംഗ് മോഡുണ്ട്. ആ മോഡിലാണ് വാഹനം ഇവിടേക്ക് എത്തിച്ചത്. ആ മോഡിൽ ആണ് വാഹനം പുറത്തേക്ക് ഇറക്കി യാർഡിലേക്ക് മാറ്റുന്നതും. അതിനുശേഷം കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ മോഡ് മാറ്റും. അപ്പോൾ ഈ ഒരു മോഡിൽ എന്തുകൊണ്ടാണ് ഇത്രയും അമിത വേഗതയിൽ കുതിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അശ്രദ്ധമായി ഈ വാഹനം ഉപയോഗിച്ചത് തന്നെയാണ് എന്നാണ് കണ്ടെത്തൽ. എന്തായാലും ഇത്തരം തൊഴിലാളികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഈ വാഹനം ഓടിച്ച അൻഷാദിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്ന് RTO പറഞ്ഞിട്ടുണ്ട്. സസ്പെൻഷനാണോ ഇനി അത് ഡിസ്മിസ് ചെയ്യുമോ എന്ന, അതായത് റദ്ദാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസിൻ്റെ കൂടി ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും TA അഭിഷങ്കറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.